Hey, Shilpa, what happened? വേണ്ട, മനസ്സിലായി നിങ്ങളുടെ തനി സ്വഭാവം. ആരാ അവള്? ആ മദാമ? Oh, she was my girlfriend in Italy. എത്ര നിസ്സാരമായി പറഞ്ഞു ഗേൾഫ്രണ്ട് എന്ന്. We lived together 1 year. അത് ശരി. അപ്പൊ ഒന്നിച്ചായിരുന്നു താമസം. എന്നിട്ടാണോ നിങ്ങൾ എന്റെ മുന്നിൽ പ്രണയ നാടകം കളിച്ചത്? നാണമല്ലേ നിങ്ങൾക്ക്? No. Please, cool down, Shilpa. മറ്റൊരു പെണ്ണിന്റെ കൂടെ ജീവിച്ച നിങ്ങൾ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല. We were only friends. പൊതുസ്ഥലത്ത് വെച്ച് ഒരു പെൺകുട്ടിയെ ചുംബിക്കുന്നതും കിടപ്പറ പങ്കെടുത്തതോടെ ഫ്രണ്ട്ഷിപ്പ്. It's normal in Europe. It's normal. നമുക്ക് പിരിയാം. I cannot admit your culture. Hey, Shilpa, no. It's normal in Europe. Please, Shilpa, please. No, Shilpa, she's only my friend, but you're going to be my wife. ഇറ്റലിയിലും ജർമ്മനിയിലും ഒക്കെ ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത് വെറും സ്വാഭാവികം മാത്രമാണ് എന്ന് കരുതി അവർ കല്യാണം കഴിച്ചോണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ആ മദാമ്മ ഫാബ്രിയുടെ വെറും ഒരു കൂട്ടുകാരി മാത്രമായിരിക്കാവുന്നേ. അപ്പൊ അയാൾ ചെയ്തൊന്നും തെറ്റില്ലെന്നാണോ അച്ഛൻ പറയുന്നത്? മോളെ, നമ്മൾ ഈ കേരളത്തിൽ പെണ്ണ് കാണാൻ പോകുന്ന പോലെ പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് ഒരു ചായ സൽക്കാരമൊക്കെ കഴിഞ്ഞ് കാർന്നവന്മാരുടെ മുന്നിൽ വെച്ച് വെറുതെ ഒന്ന് നോക്കി നിന്നിട്ട് നേരെ കല്യാണ പന്തലിലേക്ക് പോകുന്ന ഏർപ്പാടൊന്നും സാഹിബന്മാർക്കില്ല. ആദ്യം ഒരു കൂട്ടുകാരാവും. അങ്ങനെ കൂടി ഒരു വർഷമൊക്കെ അങ്ങ് പോകും. അത് കഴിഞ്ഞ് അവർ ഒരുമിച്ച് ജീവിച്ചു നോക്കും. ആ പരീക്ഷണവും ഒരു വർഷത്തോളം നീളും. അത് കഴിഞ്ഞ് അവർ കല്യാണത്തെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മുടെ കൊച്ചിയിലും ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അയാളൊരു രണ്ടാം കെട്ടുകാരനായിട്ട് കാണാൻ കഴിയുള്ളൂ. Hi, Shilpa. Hey, Shilpa. ഇത് ഇറ്റലി അല്ല. എനിക്ക് നിങ്ങളുടെ രീതികളായിട്ടൊന്നും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. I told you. Please try to understand me. ഇറ്റലിയിലെ ആ പെൺകുട്ടിയെ പ്രണയിച്ച നിങ്ങൾക്ക് ഇപ്പോൾ എന്നോട് പ്രണയം. നാളെ അത് മറ്റൊരു പെൺകുട്ടിയോട് ആവില്ലെന്ന് എന്താണ് ഉറപ്പ്? Shilpa. എനിക്ക് നഷ്ടപ്പെട്ടത് പോയിക്കോട്ടെ, പക്ഷെ ഒരു മലയാളി പെൺകുട്ടിയുടെ മനസ്സ് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. Shilpa, please. ചൂടുള്ള വാർത്ത. ദമയന്തിയെ കാണാനില്ല. നല്ല പീഡന കേസായിരിക്കും. ആരാണ് ദമയന്തി? വല്ല സീരിയൽ നടിയാണോ? അത് ഇന്ന് പത്രത്തിൽ നല്ല ചെലവായിരിക്കുമല്ലോ. ഉടനെടുത്താ ഏ നടിയാന്ന് നോക്കട്ടെ. വല്ല 35-40 ആയിരിക്കും. അയ്യോ സാറേ, ഇത് സീരിയൽ നടിയൊന്നുമല്ല. രാജാ രവിവർമ്മയുടെ പ്രശസ്തമായ ഒരു പെയിന്റിങ്ങിന്റെ പേരാ ദമയന്തി. Hari. Now I welcome Miss Shilpa, the tour manager, to come forward. No. Come on, start. This is my place. Do you want to spoil my peace of mind? Okay? ഫോട്ടോ എടുത്തോണ്ട് നിൽക്കാതെ പോയി പെട്ടെടുക്കാൻ നോക്ക്. ശ്രീ, എന്താ ശില്പ ഇത്? നിനക്കറിയില്ലായിരുന്നോ ആ സായിപ്പ് കൂടെ ഈ ടൂർ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നെന്ന്? അതിനെന്താ? അയാളോട് ഉൾപ്പെട്ട ഈ ഗ്രൂപ്പിന്റെ മാനേജരായി നീ ഇനി ഇവിടെ നിൽക്കരുത്. ശ്രീകുട്ടൻ എന്താ ഈ പറയുന്നത്? എല്ലാം അവസാനിപ്പിച്ചല്ലേ? ഇനി ഇവിടെ നിൽക്കുന്ന അപകടമാണ്. എന്നെ നോക്കാൻ എനിക്കറിയാം. നീ എന്നോട് തർക്കിക്കാൻ നിൽക്കണ്ട. ഇപ്പൊ എന്നോടൊപ്പം ഇവിടെ ഇറങ്ങണം. എന്താ അബദ്ധ ശ്രീ പറയുന്നത്? അയാൾ ഇവിടെ ഉണ്ടെന്ന് കരുതി ഞാൻ എന്റെ ജോലി ഉപേക്ഷിച്ചു പോണോ? നിന്നെ ഇവിടെ ഒറ്റയ്ക്കിട്ട് പോകാൻ എനിക്ക് കഴിയില്ല. അമ്മാവനോട് ഞാൻ എന്ത് പറയും? ശ്രീ, എന്നെ ഓർത്ത് വിഷമിക്കണ്ട. ഐ ആം ജസ്റ്റ് ഡൂയിങ് മൈ ഡ്യൂട്ടി. ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. എന്നെ വിട് ശ്രീ. No, not a good mood. Not feeling well. Yeah, I'll call you back. Damn it.
കൊള്ളാലോ മദാമ്മ. Hey ma'am, no photograph, no photograph. Yes madam, no photograph, only watching. Lovely place. വളരെ നന്നായിട്ട് You know മലയാളം? കുറിച്ച് ഇറ്റലിയിൽ വെച്ച് ഞാൻ കുറച്ച് പഠിപ്പിച്ചിരുന്നു. എപ്പോഴാണ് ദമയന്തി ചിത്രം വരയ്ക്കുന്നത്? ഒരു മൂടില്ല. യു ആർ എ ഗവൺമെന്റ് ഗസ്റ്റ്. കാണാതെ പോയ ദമയന്തി ചിത്രം വരച്ച് കൊട്ടാരത്തിൽ കൊടുക്കണം. ഇറ്റ് ഈസ് എ പ്രസ്റ്റീജ് ഓഫ് അവർ ഗവൺമെന്റ്. ഇതെന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. ആ സായിപ്പ് ദമയന്തി വരയ്ക്കുന്നതിന് മുമ്പ് രാജാ രവിവർമ്മയുടെ കാണാതെ പോയ പെയിന്റിംഗ് ദമയന്തി ഒറിജിനൽ പെയിന്റിംഗ് ഞാൻ കണ്ടുപിടിക്കും. അതോടെ എന്റെ പ്രൊമോഷൻ ഉറപ്പാവും. വണ്ടി എടുക്ക്, ഡ്രൈവിംഗ് അറിയാമല്ലോ. വിട്. സർ, ഈ വീട്ടിലാണ് മോഷണം പോയ ദമയന്തി പെയിന്റിംഗ് കൊണ്ടെന്ന് രഹസ്യ വിവരം കിട്ടിയത്. കമാൺ. വേഗം വേഗം രവീന്ദ്ര മോള് ഇവിടെ ഒളിച്ചോ. ദമയന്തി, എന്താ തന്റെ പേര്? മഞ്ചാടിക്കുന്നിൽ ശങ്കരൻ. എവിടെടാ ദമയന്തി? ദമയന്തി ഇവിടെ ഇല്ല സാർ. കള്ളം പറയരുത്. ദമയന്തി ഇവിടെ ഉണ്ടെന്ന് രഹസ്യ വിവരം കിട്ടിയിട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഉണ്ട് സാർ, ദമയന്തി ഇവിടെ തന്നെ ഉണ്ട്. എത്രയും പെട്ടെന്ന് എനിക്ക് ദമയന്തിയെ പൊക്കി തൊണ്ടിയായി ഹാജരാക്കണം. കൊണ്ടുപോകരുത് സാർ, ഞങ്ങളെ ദമയന്തിയെ കൊണ്ടുപോകരുത്. ഉണ്ടായിരടാ, കണ്ടവന്റെ മുതൽ അടിച്ചു മാറ്റി വെച്ചിട്ട് കൊണ്ടുപോയിരുന്നു. അങ്ങനെ പറയുന്നതിൽ സങ്കടമുണ്ട് സാർ. ഇവിടത്തെ കൊച്ചമ്മ ദമയന്തിക്ക് വേണ്ടി 10 മാസം നൊന്ത് 10 മാസം നൊന്ത് ദമയന്തിക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് രാജ രവിവർമ്മയാണ്. അതൊക്കെ നാട്ടുകാർ വെറുതെ പറയുന്നത് സാറേ. കൊച്ചമ്മ ടൈപ്പ് അല്ല. എടോ ഫൂൾ, ദമയന്തി രാജ രവിവർമ്മയുടെ സൃഷ്ടിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. രാജാ രവിവർമ്മ അങ്ങനെ ഒരാൾ ഈ വീട്ടിൽ വന്നിട്ടില്ല. പിന്നെ എങ്ങനെ ദമയന്തി അയാളുടെ സൃഷ്ടിയാവും? ഒരു ജഗന്നാഥവർമ്മ വന്നിട്ടുണ്ട്. നീ നിന്റെ കൊച്ചമ്മയെ രക്ഷിക്കാൻ നോക്കണ്ട. എല്ലാ തെളിവുകളും ഞങ്ങളുടെ പക്കലുണ്ട്. ശരിയാണ്, സാറിന് തെളിവുകൾ കിട്ടിക്കണം. ഇനി ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല. ഭർത്താവുമായി തെറ്റിപ്പിരിഞ്ഞ കൊച്ചമ്മ കേസും കോടതിയുമായി ഇവിടെ ഒറ്റയ്ക്ക് താമസമാക്കിയ ശേഷം അപ്പുറത്തെ പത്മനാഭപിള്ള 1-2 തവണ ഇവിടെ വന്നു പോയി. ഈ രാജാ രവിവർമ്മ അങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടേ ഇല്ല സാർ. ഞാൻ ഇരുട്ടവൾക്ക് ടോർച്ചും തെളിച്ച് ഇവിടെ കാവലിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ എത്രയായി. എന്നാ പിന്നെ ഞങ്ങൾ പോട്ടോ. സാറേ, ഞാൻ ഈ പത്മനാഭ പിള്ളയുടെ കാര്യം പറഞ്ഞത് മാത്രം കൊച്ചമ്മയെടുത്ത് പറയരുത്. എന്റെ പണി പോവും. എന്താ പേര്? രമണി. ദമയന്തി എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ദമയന്തിയെ കൊണ്ടുപോകരുത് സാർ. ദമയന്തിയെ കാണാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. മറ്റൊരാള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതൽ അപഹരിച്ചു വെച്ചിരിക്കുന്ന തെറ്റല്ലേ? മുഖ്യമന്ത്രിക്ക് ഏറെ താല്പര്യമുള്ള കേസാണിത്. ഏത് മന്ത്രിക്ക് താല്പര്യം ഉണ്ടായാലും എന്റെ ദമയന്തി ഞാൻ തരില്ല. പിടിവാശി വേണ്ട, ഞങ്ങൾ കൊണ്ടുപോകും. ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്കണം. അമ്മേ അമ്മേ, എന്റെ പെയിന്റിംഗ് കൊണ്ടുവരുന്നു പറ അമ്മേ. സാർ, എന്റെ ദമയന്തി മോളെ കൊണ്ടുപോകരുത്, കൊണ്ടുപോകരുത് സാർ. എടോ, ഇത് ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എന്റെ ദൈവമേ, വയറുളായി ഞാൻ തോന്നുന്നു. എന്റെ തൊണ്ടയും പോയി, പ്രമോഷനും പോയി. അയ്യോ മാഡം, ഞങ്ങൾക്ക് വേണ്ടത് രവിവർമ്മയുടെ ഒറിജിനൽ ദമയന്തി ചിത്രമാണ്, അല്ലാതെ ദമയന്തി എന്ന പേരുള്ള ഈ കുട്ടിയെയല്ല. ഈ പടം എനിക്ക് സ്കൂളിൽ നിന്ന് പ്രൈസ് കിട്ടിയതാ. ഇത് മോള് തന്നെ വെച്ചു. വാടോ, ഇയാളെ വേഗം ആശുപത്രിയിലാക്ക്, അല്ലെങ്കിൽ പുലിവാലാവും. അയ്യോ, പത്മനാഭ പിള്ളയുടെ കാര്യവും ഞാൻ അവരോട് പറഞ്ഞു. അങ്ങനെ ഞാൻ കാരണം ആ രഹസ്യവും പരസ്യമായി. പറഞ്ഞതോ കേരള പോലീസിനോടും. ഹായ് ജാക്സൺ. ഹായ് ഫാബ്രി, ദിസ് ഈസ് ജേർണലിസ്റ്റ് കാൻഡിസ്. എപ്പോഴത്തെ? ഞാൻ നേരത്തെ എത്തി. ഹായ്. Hello. Hi. Okay, Please sit hope down. you're enjoying. Thank you. Please. Hey, hello. Hello, how are you? Fine. Yeah. നിന്നോട് Please.
അയാളെ വിടൂ. എന്താണ്? ശ്രദ്ധിക്കുന്നു എല്ലാം നാശാക്കിയില്ലേ അയാൾ ഗവൺമെന്റ് ഗസ്റ്റാ ഗോസ്റ്റാണ് ഇവൻ, ഗോസ്റ്റ്. ഹേയ്, ഈ വിട്. പോടാ. ഓപ്പേ. എന്തായി? റിസോർട്ടിനകത്ത് കയറി കളിക്കണോടാ, തൂക്കിയെടുത്തിനകത്തിടും. അല്ല സാർ, ഞാനൊന്നിനും ആരോടാ നീ കളിക്കുന്നത് അറിയാവോ? ഗവൺമെന്റ് ഗസ്റ്റ് ആണ് അദ്ദേഹം. കോപ്പാണ്, ഞാനൊന്നും പറയുന്നില്ല. ഈ ശ്രീകുട്ടനും ഫാബ്രിയും തമ്മിൽ എന്താ പ്രശ്നം? ശ്രീകുട്ടൻ ശില്പയുടെ മുറച്ചെറുക്കനാണ്. ശില്പ മോഡലാകാൻ സമ്മതിച്ചത് അയാൾക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ഗുഡ് മോർണിംഗ്. ആ ഇറ്റലിയിൽ നിന്ന് വന്ന പെയിന്റർ അല്ലേ? അയാൾക്കൊന്ന് മലയാളം പാട്ട് പഠിക്കണമെന്നുണ്ട്. ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? സായിപ്പിനെ മലയാളം പാട്ട് പഠിപ്പിക്കാൻ ഇപ്പോ സിറ്റിയിൽ ഏതെങ്കിലും മ്യൂസിക് ക്ലാസ്സിൽ അയക്കാം. ഇല്ല, അയാൾ അങ്ങോട്ടൊന്നും പോവില്ല. അതിന് പറ്റിയൊരു ഭാഗവതർ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് മാഡം. ആരാത്? കേരളത്തിലെ പല റിയാലിറ്റി ഷോകളിലെ വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും കൂടുതൽ സംഗതി ഇട്ടിട്ടുള്ളത് ഇദ്ദേഹമാണ്. പുത്തൻ തലമുറയിലെ പാട്ടുകാരെല്ലാം ഇദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ചവരാണ്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ, നെയ്യാറ്റിങ്കര വാസുദേവൻ. ഇവരെ പോലൊക്കെ പ്രഗത്ഭനല്ലെങ്കിലും സായിപ്പിനെ പാട്ട് പഠിപ്പിക്കാൻ എന്തുകൊണ്ടും യോഗ്യനാണ് പൂവാർ പൂക്കുട്ടി. അന്നു നിന്റെ കാവിളിത്ര തുടുത്തിട്ടില്ല, അന്ന് നിന്റെ എന്തൊരു പറയട്ടെ കുട്ടി, ഇതൊന്നും ഇത്ര തുടുത്തിട്ടില്ല. പൊട്ടുകുത്താൻ അറിയാത്ത, തുണി നനയ്ക്കാൻ അറിയാത്ത ഷാപ്പുകാരൻ പൈലിയുടെ മോളെ. ഞാൻ എവിടെയെല്ലാം നോക്കി. നീ എന്താ ഫോട്ടോ എടുപ്പൊക്കെ നിർത്തിയിട്ട് ഇപ്പൊ ബാലെ ട്രൂപ്പിൽ ചേർന്ന? ഞാനല്ല, അണ്ണനെ ഒരു ബാലെ ട്രൂപ്പിൽ ചേർക്കാനാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. ഈ മീൻപിടുത്തമൊക്കെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് ഇറ്റലിക്കാരനെ പാട്ട് പഠിപ്പിക്കാൻ പോകുന്ന ഭാഗവതരാവണം. എടേ, അതിന് എനിക്ക് പാട്ടൊന്നും അറിയില്ല. അറിയില്ലേ? നിന്റെ ഈ ഹാർമോണിയം ഒക്കെ ഇല്ലേ? ഇതാണ് ഹാർമോണിയം. ഇന്നലെ ചൂണ്ടയിടാൻ പോയപ്പോ കായലിന്റെ അരികത്ത് നിന്ന് കിട്ടിയതാ. അപ്പൊ ഇതാണല്ലേ ഹാർമോണിയം. അണ്ണ, ഇത് നിന്റെ ഭാഗ്യം ഒന്ന് കരുതിയാ മതി. ഇന്നു മുതൽ നീ സായിപ്പിനെ പാട്ട് പഠിപ്പിക്കാൻ പോകുന്ന പ്രശസ്ത സംഗീതജ്ഞൻ പൂവാർ പൂക്കുട്ടിയാണ്. ഈയിടെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എല്ലാം ഞാൻ മനസ്സിലാക്കി തരാം, നീ വാ.